നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 11. ശ്രീ ഭഗവാനുവാച അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂനഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിന്റെ നിലപാടെടുത്ത് അർജുനനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു. അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെപ്പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താൻ ഒരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാനിടവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല.